നഴ്സിംഗ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് തുടങ്ങാം. ഏറ്റവും ആദ്യം തന്നെ നഴ്സിംഗ് ഡയറീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഏതാനും ചില സർവീസുകൾ അനൗൺസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യമേ പറയുവാനുള്ളത്, ഒരു ജോബ് പോർട്ടൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നഴ്സിംഗ് ഡയറീസിന്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയുള്ള സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആണെങ്കിലും അതിന്റെ ഇൻഫർമേഷൻസ്, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികൾ, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേഷൻസ് ലഭിക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഇതിനു വേണ്ടി ആരംഭിക്കുന്നതുമുണ്ട്. അപ്പോൾ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും ജോലി കിട്ടാത്ത കുട്ടികൾക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ജോബ് പോർട്ടൽ എന്നുള്ളത്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലൊക്കെ അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നഴ്സിംഗ് ഡയറീസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ നഴ്സിംഗ് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കും ഒരുപോലെ തന്നെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് എല്ലാവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചാനലായിരിക്കും നഴ്സിംഗ് ഡയറീസ്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഇറ്റാലിയൻ ലാംഗ്വേജ് ട്രെയിനിങ് സെന്റർ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് സെന്ററുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. നിരവധിയായിട്ടുള്ള വേക്കൻസികളാണ് നഴ്സിംഗ്, പ്രത്യേകിച്ച് ANM, GNM, BSc നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്കെല്ലാം ലഭിക്കുന്നത്. ഇറ്റലിയിൽ നിരവധി വേക്കൻസികൾ ANM കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് കാറ്റഗറിയിലേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ANM കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഇറ്റലിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ജനറൽ നഴ്സിംഗും BSc നഴ്സിംഗ് കഴിഞ്ഞവർക്കൊക്കെ സ്റ്റാഫ് നഴ്സ് കാറ്റഗറിയിൽ ഇറ്റലിയിലേക്ക് എത്തിച്ചേരുവാനുള്ള പോസിബിലിറ്റിയും നിലവിലുണ്ട്. അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കടമ്പ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും ഇറ്റലിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും. അപ്പോൾ നിരവധി വേക്കൻസികൾ അറ്റ് പ്രസന്റ് ഇറ്റലിയിലേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിരവധി ഏജൻസികൾ നല്ല ഉയർന്ന ഫീസ് ചാർജുകളൊക്കെ ഈടാക്കിയാണ് നഴ്സുമാരെ ഇപ്പോൾ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുന്നത്. അമിതമായിട്ടുള്ള ഫീസ് ഒഴിവാക്കി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇറ്റലിയിലേക്കുള്ള പ്രോസസ്സിങ്, ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം നൽകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കടമ. അപ്പോൾ അതിനുവേണ്ടി ഇറ്റാലിയൻ പഠിപ്പിക്കുവാനായിട്ട് നേറ്റീവ് ലാംഗ്വേജ് ട്രെയിനേഴ്സ് ഉൾപ്പെടെയുള്ള വലിയൊരു നിര തന്നെ നമുക്ക് ഈ ട്രെയിനിങ് സെന്ററിൽ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ജനുവരി മാസം 15-ാം തീയതിയാണ് ഇനി അടുത്ത ബാച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുവാനായിട്ടും അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻസ്, ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ 25 പേരെ മാത്രമാണ് നമ്മൾ ഒരു ബാച്ചിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് ലിമിറ്റഡ് സീറ്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് മിക്കവാറും എല്ലാ കൺട്രികളിലേക്കുമുള്ള പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുകൂടാതെ തന്നെ നഴ്സിംഗ് ഡയറീസിന്റെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്ന അഡ്മിഷൻ ഗൈഡൻസിന്റെ സപ്പോർട്ടുകൾ, സർവീസുകൾ എല്ലാം തന്നെ ഈ ഒരു വർഷവും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആണെങ്കിലും നിരവധി കുട്ടികൾക്ക് നഴ്സിംഗ് ഡയറീസിന്റെ ഭാഗത്തു നിന്നും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ലഭിച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കോളേജ് സെലക്ഷൻസ്, കോഴ്സുകൾ സെലക്ഷൻസ് ഒക്കെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാസ് അഡ്മിഷൻ സെൽ എന്നുള്ള ചുരുക്കപ്പേരിൽ വിളിക്കുന്ന പ്രൊഫഷണൽ അഡ്വൈസർ സ്റ്റുഡന്റ് സപ്പോർട്ട് സെൽ ആണ് രൂപീകരിച്ചിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള എക്സ്പേർട്സ്, ഓരോ ഫീൽഡിലുമുള്ള എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് പാസ് അഡ്മിഷൻ സെൽസ്. പാസ് അഡ്മിഷൻ സെൽ വഴി നിങ്ങൾക്ക് നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകൾ മാത്രമല്ല മറ്റുള്ള സ്ട്രീമുകളിലേക്കുള്ള കോഴ്സുകൾ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ലഭിക്കാനായിട്ടുള്ള എക്സ്പേർട്സിന്റെ അഡ്വൈസസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഓരോ ഫീൽഡിലുള്ള എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അഡ്വൈസറി ടീമാണ് നമ്മൾ ഈ ഒരു പാസ് അഡ്മിഷൻ സെല്ലിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തട്ടിപ്പുകളൊന്നും ഇല്ലാതെ ഏറ്റവും മികച്ച കോളേജിൽ തന്നെ അഡ്മിഷൻസ് നേടുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകൾ മാത്രമല്ല, ഇത് കൂടാതെ തന്നെ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, ആർട്സ് ആൻഡ് സയൻസ്, അഗ്രികൾച്ചർ, ഹോട്ടൽ മാനേജ്മെന്റ്, BCom, BCA, BBA അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ട്രീമുകളിലേക്കുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതുമാണ്. ഇത് കൂടാതെ തന്നെ നഴ്സിംഗ് ഡയറീസിന്റെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ സർവീസുകളും ഈ ഒരു വർഷവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും ആദ്യമേ ഫ്രീ ഗൈഡൻസ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും. ഏകദേശം 7-8 വർഷങ്ങളായിട്ട്
കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് ലഭിക്കുന്ന ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ വീക്കെൻഡ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് കേരളത്തിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് +1 ലെവലിലൊക്കെ ഏകദേശം 90% കൂടുതൽ സ്കോർ ചെയ്ത് കേരളം മാത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് കേരളത്തിലെ ഓരോ കോളേജുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിരവധിയായിട്ടുള്ള സംഘടനകൾ LBS, PNC MAC, CPAS, AMCSFNC അങ്ങനെ നിരവധിയായിട്ടുള്ള സംഘടനകളുണ്ട്. അപ്പം ഓരോന്നിലേക്കുമുള്ള ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫില്ലിങ്, കൂടാതെ തന്നെ ഓരോ കോളേജുകളുടെ ഗ്രേഡിങ്, അതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഇതെല്ലാം വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന, ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് കേരള ഗൈഡൻസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല കർണാടക എൻട്രൻസ് എക്സാം, KEA എൻട്രൻസ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ നഴ്സിംഗിലേക്ക് KEAയിൽ 3 വർഷമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ ഒരു വർഷവും KEA ഗൈഡൻസ് ഗ്രൂപ്പ് നിലവിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ KEAയുടെ ആപ്ലിക്കേഷൻസ് ഉൾപ്പെടെ അതിന്റെ എക്സാംസിന്റെ ഗൈഡൻസ്, അതുപോലെ തന്നെ എക്സാംസിന്റെ ഓരോ സ്റ്റെപ്സുകളിലും നമ്മൾ ടിൽ കോളേജ് പ്ലേസ്മെന്റ്സ് വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങൾ ഏകദേശം 80ഓളം കുട്ടികളാണ് KEA ഗൈഡൻസ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഏകദേശം 20ഓളം കുട്ടികൾക്ക് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻസ് ലഭിച്ചിട്ടുമുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ളവർക്കൊക്കെ ആണെങ്കിലും ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളായിട്ടുള്ള ഫാദർ മുള്ളേഴ്സ്, വൈദേഹി, രാജരാജേശ്വരി, JSS, AJ മെഡിക്കൽ കോളേജ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലും അഡ്മിഷൻസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻസ് പ്രോപ്പർ ആയിട്ട് തന്നെ ഡൊണേഷൻസ് ഒന്നും ഇല്ലാതെ അഡ്മിഷൻസ് നേടുവാനായിട്ടുള്ള ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പാണ് KEA അഡ്മിഷൻ സെല്ലിന്റെ സപ്പോർട്ട് ഗ്രൂപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും KEA ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ കേരള ഗൈഡൻസിന്റെ എല്ലാ സർവീസസും ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സർവീസുകൾ നിങ്ങൾക്ക് നഴ്സിംഗ് ഡയറീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വർഷവും ലഭിക്കുന്നതാണ്. കൂടാതെ ജനറൽ ആയിട്ട് അഡ്മിഷൻ ഗൈഡൻസ് കാര്യങ്ങൾ, ബാക്കി അപ്ഡേറ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കൂടെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഓഫീസ് കോട്ടയത്തെ ഏറ്റുമാനൂർ ആസ്പദമാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നല്ല രീതിയിലുള്ള സർവീസസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ബാക്കി എല്ലാ അപ്ഡേറ്റുകളും വരുന്ന ദിവസങ്ങളിൽ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഇൻഫർമേഷൻസ് നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ സീനിയേഴ്സ് തുടങ്ങിയുള്ള എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇറ്റാലിയന്റെ ലാംഗ്വേജ് ട്രെയിനിങ് റിക്രൂട്ട്മെന്റിന്റെ നെക്സ്റ്റ് ബാച്ച് ജനുവരി മാസം 15-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.